ഇന്നലെ ഗോവിന്ദമാഷ വായിന്ന് വന്നത്. മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ളതാണ് വായ വഴി നമ്മൾ അറിയാതെ നാവിൽ നിന്ന് പുറത്തു ചാടുക. അദ്ദേഹം പറഞ്ഞത് RSSുമായി ഞങ്ങൾ പല ഘട്ടത്തിലും കൂട്ടുചേർന്നിട്ടുണ്ട്, വേണ്ടി വന്നാൽ ഇനിയും കൂട്ടുചേരും എന്ന് അർത്ഥം ധ്വനിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം ഇന്നലെ വളരെ വ്യക്തമായി പച്ചയായിട്ടാണ് മാതൃഭൂമിയിൽ അഭിലാഷനോട് സംസാരിച്ചത്. ഇന്നിപ്പോൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് പ്രതിക്രിയാവാദികളോ എന്തോ വിഘടനവാദികളും തമ്മിലുള്ള അന്തർധാര എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ കുറേ കാലമായി 8-9 മാസമായി പറയുന്ന വിഷയം പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കോക്കസും കേന്ദ്ര ഭരണകൂടവും RSSും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. ഇത് പല ഘട്ടത്തിലും അടിവരയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പോലീസിലുൾപ്പെടെ IFSലുൾപ്പെടെ IASലുൾപ്പെടെ IRSലുൾപ്പെടെ അത്തരത്തിലുള്ള ഒരു വലിയ സംഘം കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് കേരളത്തിൻ്റെ സമാധാനം കെടുത്തും, മതേതര സ്വഭാവം നഷ്ടപ്പെടുത്തും. അതിനനുകൂലമായ നിലപാട് സ്വീകരിച്ച് അവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച് പോവുക എന്നതാണ് മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ, മകളെ രക്ഷിക്കാനുള്ള ഭാഗമായി നിൽക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് തൃശ്ശൂർ പൂരം ADGP അജിത് കുമാർ കലക്കുന്നത്. BJP നേതൃത്വം കഴിഞ്ഞ 10-20 വർഷമായി തലകുത്തി മറിഞ്ഞിട്ടും കേരളത്തിൽ നിന്ന് ഒരു MPയെ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാത്തത് വളരെ ഈസി ആയിട്ട് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അജിത് കുമാർ വളരെ സുന്ദരമായി നടത്തി കൊടുത്തത് നമുക്കറിയാം. അതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട പല ഘടകങ്ങളും ഈ പറയുന്ന ഹിന്ദുത്വ തീവ്രവാദവുമായി CPM ലീഡർഷിപ്പ് അടുക്കുന്നതിൻ്റെ ഒരുപാട് തെളിവുകൾ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഇന്നലെ ഗോവിന്ദമാഷ വായിന്ന് വന്നത്. മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ളതാണ് വായ വഴി നമ്മൾ അറിയാതെ നാവിൽ നിന്ന് പുറത്തു ചാടുക. അദ്ദേഹം പറഞ്ഞത് RSSുമായി ഞങ്ങൾ പല ഘട്ടത്തിലും കൂട്ടുചേർന്നിട്ടുണ്ട്, വേണ്ടി വന്നാൽ ഇനിയും കൂട്ടുചേരും എന്ന് അർത്ഥം ധ്വനിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം ഇന്നലെ വളരെ വ്യക്തമായി പച്ചയായിട്ടാണ് മാതൃഭൂമിയിൽ അഭിലാഷനോട് സംസാരിച്ചത്. ഇന്നിപ്പോൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് പ്രതിക്രിയാവാദികളോ എന്തോ വിഘടനവാദികളും തമ്മിലുള്ള അന്തർധാര എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് വളരെ 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 പച്ചയായ സത്യമായി നിൽക്കുകയാണ്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഗോവിന്ദൻ മാഷ് പറഞ്ഞതിനെ അക്നോളജ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ UDFൻ്റെ സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്ത്. അദ്ദേഹം അതിനെ വളരെ ലൈറ്റാക്കി എടുത്തത്. അത് രേഖകളിൽ ആദ്യം ഉണ്ടല്ലോ, അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണല്ലോ. അടിയന്തരാവസ്ഥ കാലത്തും അതിൻ്റെ മുമ്പൊക്കെ RSSനുമായി ചേർന്നിട്ടുണ്ടല്ലോ CPM എന്ന് പറഞ്ഞിട്ട് അതിനെ ലളിതവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീ ആര്യാടൻ ഷൗക്കത്ത് വളരെ വിദഗ്ധമായി ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിണറായിസത്തിൻ്റെ ഒളിഞ്ഞ വക്താവാണ്. അത് ഒളിഞ്ഞ പിണറായിയാണ് എന്ന് പറയുന്നത് കേരളത്തിലെ പൊതുസമൂഹം, മതേതര സമൂഹം ഒറ്റക്കെട്ടായി ഗോവിന്ദൻ മാഷുടെ ഈ സ്റ്റേറ്റ്മെൻറ്റിനെ ചോദ്യം ചെയ്യുമ്പോൾ അതിനെ നല്ല രീതിയിൽ ഒന്ന് സോഫ്റ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ച മറ്റൊരു RSS പിന്തുണക്കാരനാണ് ഷൗക്കത്ത് എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്.